Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മള് ലൈബ്രറി സർവീസിന്റെ കുറച്ച് ഭാഗങ്ങളല്ലേ അവസാനം എടുക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ അതെടുക്കാം. നമ്മുടെ കയ്യിലുണ്ടല്ലോ അവിടെ. ലൈബ്രറി സർവീസിന്റെ റോള് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സിമ്പിൾ ചാപ്റ്റർ അല്ലേ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് കുഴപ്പമൊന്നുണ്ടായി കാണില്ലല്ലോ. കണ്ടിന്യൂ ചെയ്തോട്ടെ ഇത്. Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ഡയറ്ററി സർവീസിന്റെ പ്രധാനമായിട്ടും എന്താണെന്നുള്ളത് മനസ്സിലായി. അതായത് ഡോക്ടേഴ്സിന് മെഡിസിൻസിന്റെ കൊണ്ട് മാത്രം പേഷ്യൻസിന്റെ അസുഖം വന്നു ചിലപ്പോൾ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. അവരുടെ ഭക്ഷണക്രമത്തിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. ഈ വീണ്ടും റോൾ, ഡയറ്റീഷ്യൻസിന്റെ റോൾ എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് എന്താണ് പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നത്. ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അത് വിശദമായി തന്നെ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കറിയാലോ, ഇൻപേഷ്യന്റ് ആണെങ്കിൽ അവര് കിടത്തി ചികിത്സ നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ മെഡിസിൻസ് കൊടുക്കും. കൃത്യമായിട്ട് തന്നെ ഒരു ഷെഡ്യൂൾ പ്രകാരമുള്ള ഭക്ഷണ രീതിയും കൂടി കൊടുത്തിട്ടാണ് അവരുടെ രോഗാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചില ഭക്ഷണ കാര്യങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതും ചിലത് ഉൾപ്പെടുത്തേണ്ടതും ഉണ്ടാവും. ചിലപ്പോൾ ഡോക്ടേഴ്സ് ഡയറ്റീഷ്യന്റെ ചാർട്ട് പ്രകാരം ചെയ്യാനായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടായിരിക്കും അവരുടെ മെഡിസിനും അതും കൂടി പൊരുത്തപ്പെട്ടുകൊണ്ട് അവരുടെ രോഗം കൺട്രോളബിളായി മാറുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. എന്താണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്? ഇത് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് അവരുടെ ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും നടപടികൾ വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ it should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutrition needs, and the normal food habits of a patient in the state. അതായത് നമുക്കറിയാം, ഓരോ വ്യക്തികൾക്കും ഓരോ പേഷ്യൻസിനും ചില അസുഖങ്ങളുണ്ടാവും അല്ലെ. അവരുടെ അണ്ടർലൈൻ ഇൽനെസ് എന്ന് അടിസ്ഥാനപരമായ രോഗാവസ്ഥ അത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള സമീകൃതാഹാരം. ചിലപ്പോ ചില വ്യക്തികൾക്ക് എന്താണ് ചില പോഷകാഹാരങ്ങളുടെ കൂടുതൽ ആവശ്യമുണ്ടാവും, ചിലതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലും ദൗർലഭ്യത ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻ കേസ് ചിലപ്പോ ചില അസുഖങ്ങൾക്ക് ചില സംഭവങ്ങൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഓരോ പേഴ്സൺസിന്റെയും അടിസ്ഥാന രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ പോഷകപ്രദമായ ഭക്ഷണക്രമം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഡയറ്റീഷ്യൻസ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇനി എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സ്, ഇനി ഏതെങ്കിലും ഒരു പോഷകങ്ങൾ എന്തെങ്കിലും അധികമായിട്ട് വേണമെങ്കിലും നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്, അതായത് അവർക്ക് സാധാരണ നമ്മുടെ റൊട്ടീൻ ആയിട്ടുള്ള തന്നെ ദിനചര്യയിലൂടെ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതെല്ലാം നിർദ്ദേശിച്ചു കൊടുക്കുന്നതാണ് എന്താ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. Okay, it deals with the provision of meals to the patient who are admitted in the hospital. Hospital admitted ആയിട്ടുള്ള patients ആയിരിക്കും. It should be balanced diet that provides sufficient calories considering the type of underlying illness. അവരുടെ അടിസ്ഥാനപരമായ രോഗത്തിനെ പരിഗണിച്ചിട്ട് തന്നെ അവർക്ക് മതിയായ കലോറീസ് അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ, സമീകൃത ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അവരുടെ രോഗാവസ്ഥയും കൂടി പരിഗണിച്ചിട്ട് നിർണ്ണയിക്കുന്നു. ഇനി എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സ് ആൻഡ് ദി നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോട്ടീൻസ് ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അവരുടെ ആ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പെടുന്നത്. Then diet counseling.
അപ്പൊ നമുക്കറിയാം ഇത് ഇൻപേഷ്യന്റ് ആണ്. അപ്പൊ ഡയറ്ററി കൗൺസിലിംഗ് പ്രധാനമായിട്ട് എന്താണ്, അവർക്ക് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് അല്ലെ, ഏതെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും കൗൺസിലിംഗിലോട് കൂടിയിട്ട് നിർദ്ദേശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ പ്രധാനമായിട്ടും ഔട്ട് പേഷ്യൻസ് ആയിരിക്കും അല്ലെ. ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ്. Clinics when patients are referred by clinicians, dietitians to calculate their dietary needs in view of the body weight. അതായത് ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ള ഡോക്ടറിനൊക്കെ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾ ഒരു ഡയറ്റീഷ്യന്റെയും കൂടെയും കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരുമെന്ന് പറയുമ്പോൾ അവർ നേരെ എന്താണ് അത്തരത്തിലുള്ള ഡയറ്റീഷ്യൻസിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ ഡയറ്റീഷ്യൻ എന്താ ചെയ്യുന്നത്, ഡയറ്റീഷ്യൻ ടു കാൽക്കുലേറ്റ് ദെയർ ഡയറ്ററി നീഡ്സ്, അവരുടെ ഡയറ്റ് അവരുടെ ഭക്ഷണക്രമത്തിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വേണ്ടത്. ഇൻ വ്യൂസ് ഓഫ് ദ ബോഡി വെയിറ്റ്, കേസ് ഔട്ട് പേഷ്യന്റ് ആണെങ്കിലും അവരുടെ ബോഡി വെയിറ്റിന് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ എന്താണ് അത് ആ രോഗാവസ്ഥയും ബോഡി വെയിറ്റും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇന്ന ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി എണീക്കുമ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഉൾപ്പെടുത്തണം, ലഞ്ചിൽ ഇത് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോഫിയൊക്കെ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ആ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗിലോട് പോലെ കൊടുക്കുന്നതാണ് ഇത് പറയുന്നത്. അണ്ടർലൈൻ ഡിസീസസ്, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് acceptability of various foods depending upon the economic condition of each patient. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗമായ അടിസ്ഥാനപരമായിട്ടുള്ള അസുഖം എന്താണ്, അവരുടെ ഫുഡ് ഹാബിറ്റ്സുകളിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ, അതുമാതിരി തന്നെ അവരുടെ നമുക്കറിയാം ഓരോ പേഷ്യൻസിന്റെയും ഒരു ഫിനാൻഷ്യലി ഇതുകൊണ്ട് അല്ലെ അവരുടെ സാമ്പത്തിക വശം കൂടി മനസ്സിലാക്കിയിട്ട് ഡയറ്റീഷ്യൻ അവർക്കുള്ള രോഗം അടിസ്ഥാനപരമായ രോഗത്തിനെയും മനസ്സിലാക്കിയിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ സാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള കൗൺസിലിംഗ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതിൽ നടത്തുന്നത്. Then patient are usually given a diet to be followed by them along with certain food either to be discarded or to be preferred. അതായത് നമുക്കറിയാം പേഷ്യൻസ് ഡയറ്റീഷ്യനായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡയറ്റീഷ്യൻ പറയും ചില കാര്യങ്ങളല്ലേ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത്, അതായത് അത് വേണ്ട ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ട് വരും. ഇത് ടു ബി ഡിസ്കാർഡ്, എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളയേണ്ട വരും. ഓർ ടു ബി പ്രിഫേർഡ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിഫർ ചെയ്ത് കഴിക്കേണ്ടതായിട്ട് വരും. അതായത് തെരഞ്ഞെടുത്ത് ഇന്ന സാധനങ്ങൾ കഴിക്കണമെന്ന് പറയും. ചിലപ്പോൾ ഒരു പക്ഷേ ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ എന്താണ് മിക്കവാറും പല ഭക്ഷണ കാര്യങ്ങളും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും അത് വേണ്ടാന്ന് വെക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം എന്താ പറയുക വെയിറ്റ് അല്ലെ, വെയിറ്റ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അത് പ്രിഫർ ചെയ്യാനായിട്ട് അതിന് മുൻഗണന കൊടുക്കാനായിട്ട് ഡയറ്റീഷ്യൻസ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുമെന്ന്. കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എന്താണ് കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇതൊരു വാണിജ്യപരമായിട്ടുള്ള ഒരു രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതായത് ഡയറ്റീഷ്യന്റെ മറ്റൊരു റോളാണ് കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. വാണിജ്യപരമായിട്ടുള്ള നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസും ഒരു ഡയറ്ററി സർവീസിന്റെ തന്നെ ഒരു സബ് സർവീസ് ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് സാധാരണയായിട്ട് ക്യാൻറ്റീൻ സർവീസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളൊരു എക്സ്പെൻസ് പേ ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അല്ലെ. സ്റ്റാഫ് ആണെങ്കിലും വിസിറ്റേഴ്സ് ആണെങ്കിലും അവര് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു നിശ്ചിത ശതമാനം പേ ചെയ്തിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് വെച്ചാൽ വാണിജ്യപരമായിട്ടുള്ള രീതിയിലുള്ള കാറ്ററിംഗ് സർവീസും നടത്തുന്നു എന്നതും ഇവരുടെ ഫംഗ്ഷൻ പെടുന്നതാണ്. ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയുന്നു സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, അതായത് ക്യാൻറ്റീൻ സ്റ്റാഫ് ക്യാൻറ്റീൻ എന്ന ഫോമിലൂടെ, അതായത് ക്യാൻറ്റീൻ സർവീസ് സ്റ്റാഫുകൾക്കൊക്കെ ക്യാൻറ്റീൻ സർവീസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. ദെൻ പ്രൊവിഷൻ ഓഫ് മീൽസ്, ടീ, സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എക്സെട്ര. അതായത് നമുക്കറിയാം ഭക്ഷണം അല്ലെ ഓരോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പോലെയുള്ള ഭക്ഷണങ്ങൾ, അതേമാതിരി ഇടയ്ക്കുള്ള സ്നാക്സുകളും ടീകളും ചായയും കൂൾ ഡ്രിങ്ക്സും ഇതെല്ലാം ഇത്തരത്തിലുള്ള സർവീസ് സേവനങ്ങളെല്ലാം തന്നെ ഇവരുടെ ഒരു ഫംഗ്ഷന്റെ ഭാഗം തന്നെയാണ്. ദെൻ ചീപ്പർ ദാൻ കോഴ്സ് റൺ ബൈ പ്രൈവറ്റ് പ്രാക്ടീസ്. ഇതിൽ ഒരു പ്രത്യേകത പോലെ പറയുന്ന ഒരു കാര്യം എന്താണ്, അവിടെ ഉള്ള ആ സർവീസിൽ നിന്ന് കിട്ടുന്ന ഫുഡിന്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ചീപ്പർ ആയിരിക്കും, അതായത് കുറവായിരിക്കും മറ്റു പ്രൈവറ്റ് പാർട്ടീസിൽ നിന്നും എന്ന് പറയുന്നു. ദെൻ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. പ്രധാനമായിട്ടും എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്
ഹോട്ടൽ, ഹോസ്പിറ്റലിന്റെ ഹോട്ടൽ നമ്മൾ നെയിം ചെയ്യില്ല അല്ലെ, അവിടെ കാന്റീൻ സർവീസ് എന്ന് നമ്മൾ പറയാം. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇങ്ങനെ പറയും, ഇതേമാതിരി എന്താ പറയുക, ചെറിയത് ഒരു താഴേക്ക് പോരുന്നുണ്ട്, എന്താണ് വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ മൊബൈൽ സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ OPD പ്ലേസിലൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിലെല്ലാം എന്താണ് നമ്മുടെ ചെറിയ രീതിയിലുള്ള അതെ ബസ്സിംഗ് സർവീസ് ഒക്കെ വേണമെങ്കിലും പറയാം. അതായത് ഹോട്ടലിൽ നിന്നുള്ള ഒരു ലേബൽ അവിടെ വരില്ല അല്ലെ, ഹോസ്പിറ്റലിന്റെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പറഞ്ഞ ലേബലിൽ ഫുഡ് സപ്ലൈ ചെയ്യില്ല. അവിടെ ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ടാണ് ഒരു സേവനം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് പ്രൈവറ്റ് പാർട്ടീസിനെ അപേക്ഷിച്ച് കുറവായിരിക്കുമെന്ന്. പിന്നെ അതേമാതിരി തന്നെ പറയുന്നു, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അതായത് ഗുണമേന്മയുള്ള ഫുഡ് സർവീസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. പിന്നെയും പറയുന്നുണ്ട് സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ് അറ്റൻഡൻസ് വിസിറ്റേഴ്സ്. അതായത് അവിടെ വരുന്ന വിസിറ്റേഴ്സിനാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും എന്താ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യം അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും കാന്റീൻ സർവീസ് അല്ലെങ്കിൽ മെസ്സൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ട് ഫുഡ് പ്രദാനം ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും, ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നൊക്കെയാണ് അവര് സർവീസ് മാനറിൽ പറയുന്നത്. ഓക്കെ. Then hospitals can have mobile vending machine in a certain location like OPD. അപ്പൊ നമ്മള് മെഷീൻ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അല്ലെ സംതിങ് കുറച്ച് രൂപ നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് കോഫിയോ സ്നാക്സ് ഒക്കെ വരുന്ന ഒരു ഇപ്പോഴത്തെ ഇന്നോവേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്, ഒരു സൗകര്യമാണ്. അത്തരത്തിലുള്ള ഫെസിലിറ്റീസും ഹോസ്പിറ്റൽസ് കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിലപ്പോ കാഷ്വാലിറ്റി ബ്ലോക്കിലോ അല്ലെങ്കിൽ OPD ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പ്ലേസിലൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള സർവീസുകളെല്ലാം പ്രദാനം ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലാണ് കമേഴ്ഷ്യൽ കാറ്ററിംഗില് ഹോസ്പിറ്റലില് നമ്മുടെ കാന്റീൻ സർവീസുകളൊക്കെ പ്രദാനം ചെയ്യുന്നത്. അതും എന്താണ് നമ്മുടെ റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മളെ ഡയറ്റീഷ്യന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഇൻ പേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, അതേമാതിരി തന്നെ കമേഴ്ഷ്യൽ കാറ്ററിംഗ്. ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നമുക്കറിയാം ഫുഡ് കാര്യങ്ങളല്ലേ നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഇൻ കേസ് ഇൻഡിവിജ്വൽ ബേസ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഗ്രൂപ്പിലി അല്ലെ ഒരു ഡയബറ്റിക് ബ്ലോക്ക് എന്നുള്ള അല്ലെങ്കിൽ ആ വാർഡ് എന്നുള്ള ലേബിൾ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും എന്താണ് ഡയബറ്റീസിന് അനുയോജ്യമായ തരത്തിലുള്ള ഭക്ഷണക്രമമായിരിക്കും അവിടെ പാലിക്കുന്നത്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ചിലപ്പോൾ ചില പേഷ്യൻസിന്റെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചാർട്ടായിരിക്കും ഉണ്ടാവുക, ഡയറ്റീഷ്യൻ തയ്യാറാക്കുന്നത്. ആ ചാർട്ട് അനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമം അനുസരിച്ചിട്ടാണ് അവർക്ക് ആ ഭക്ഷണം എത്തിക്കുന്നത്. അപ്പൊ അവിടെ അതിൽ നിന്ന് വ്യത്യസ്ത കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട്. എന്താണ് ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ചും കൂടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് അവർക്ക് കൊടുക്കുന്നതോടൊപ്പം ആ രോഗാവസ്ഥ ബോഡി പിക്കപ്പ് ചെയ്യുന്നുണ്ടോ, അതായത് രോഗാവസ്ഥയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇവരുടെ മെഡിസിൻ മാത്രമല്ല ഈ ഭക്ഷണക്രമം കൂടി കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിട്ട് ചിലർക്ക് എന്താണ് അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അവരുടെ രോഗം വളരെ ശമിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് അല്ലെ ഇത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് ചിലപ്പോൾ കിടന്ന് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് റൈസ് ട്യൂബിലൂടെയൊക്കെ നഴ്സുമാരായിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ ഇന്ന ഭക്ഷണങ്ങൾ അതെന്ത് അടിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ജ്യൂസി രൂപത്തിലൊക്കെ അടിച്ചു കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതിലൂടെ മറ്റൊരു ഫംഗ്ഷൻ കൂടി നടക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നഴ്സസ്, നേഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻസ്, കുക്സ് എക്സെട്ര. അതായത് അതിൽ വരുന്ന ആൾക്കാർ ഹോസ്പിറ്റലിന്റെ സർവീസിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിൽ വരുന്ന ആൾക്കാരുകളാണ് ഇതെല്ലാം. നഴ്സുമാരും നേഴ്സിംഗ് എയ്ഡ്സും റെസിഡൻസും ടെക്നീഷ്യൻസും കുക്സ് ഒക്കെ എല്ലാവരും വുഡ് ബി എഡ്യൂക്കേറ്റഡ് കൺസിഡറിംഗ് ടൈപ്പ് ഓഫ് ഫുഡും ബാലൻസ്ഡ് ഡീല്, കലോറിംഗ് വാല്യൂസ് എക്സെട്ര. അതായത് അവർക്ക് കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ചില പേഷ്യൻസിന് ഇന്ന രീതിയിലുള്ള ഫുഡാണ് കുക്ക് ചെയ്യേണ്ടത്, അത് ഇന്ന രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ അതിന്റെ പോഷകങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻ നോളജും കൂടി അവർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റാഫ്. അതായത് ടീച്ചിങ് ഇവർക്ക് നിർദ്ദേശങ്ങൾ തരും അല്ലെ. ഡയറ്റീഷ്യൻസിന്റെ ഇതിൽ തന്നെ പറയും ഇന്ന രീതിയിൽ കുക്ക് ചെയ്താൽ മാത്രമേ ആ പോഷക മൂലങ്ങൾ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ.
ഇത് നിങ്ങൾ ഇന്ന രീതിയിലാണ് ഈ പേഷ്യൻസിന് കൊടുക്കേണ്ടത്, അവർക്ക് അത് ഇഷ്ടമല്ല എങ്കിൽ ഇന്ന സാധനങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ട് വേണം അവരെ കഴിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെ കഴിപ്പിച്ചിട്ടാണ് രോഗാവസ്ഥയെ കൺട്രോൾ ചെയ്തു പോകുന്നത്. അപ്പൊ ഇതിലൂടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ നടക്കുന്നുണ്ട്, ട്രെയിനിങ് നടക്കുന്നുണ്ട്, റിസർച്ചും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് എന്താ ഡയറ്റീഷ്യൻസിന്റെ ഇതിൽ വരുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഇംപേഷ്യന്റ് കാറ്ററിംഗ് എന്താണെന്നും, ദെൻ ഡയറ്റ് കൗൺസിലിങ്ങും, കമേഴ്ഷ്യൽ കാറ്ററിംഗും, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. നിങ്ങളെ ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡയറ്റ് കൗൺസിലിംഗ് പറയാം. എന്താണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ്. അതായത് ഇത് നൽകാനായിട്ട് കഴിയുന്നത് പ്രധാനമായിട്ടും നൽകുന്നത് ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് എന്ന് വെച്ചാൽ കിടത്തി ചികിത്സയില്ലാത്ത പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. ക്ലിനിക്സ് when patients are referred by clinicians, dietitians to calculate their dietary needs in view of body weight. അതായത് ഇവര് ഈ പേഷ്യൻസിനെ നമുക്കറിയാം ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ കൂടി അവരെ റെഫർ ചെയ്യുമ്പോൾ അവരെന്ത് മനസ്സിലാക്കിയെടുക്കും? ഇവരുടെ ബോഡി ലാംഗ്വേജിലെ ബോഡി വെയിറ്റ് ഒക്കെ എത്രയുണ്ടെന്ന് നോക്കും. അതിനനുസരിച്ചിട്ട് മാത്രം, അതായത് അവരുടെ ഡയറ്ററി നീഡ്സ്, അതുമായി ബന്ധപ്പെട്ട ഭക്ഷണകാര്യത്തിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള വെയിറ്റ് പേഴ്സൺസ് ആണോ അല്ലയോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ഡയറ്ററി നീഡ്സുകൾ, അതായത് ഭക്ഷണകാര്യത്തിന്റെ ആവശ്യകതകൾ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ കുറച്ച് കളയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവര് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കും. പിന്നെ അണ്ടർലൈങ് ഡിസീസസ്, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. അതായത് അവരുടെ ബേസിക് ആയിട്ടുള്ള രോഗം അല്ലെ, അവരുടെ അടിസ്ഥാന രോഗം എന്താണെന്നും, പിന്നെ ഫുഡ് ഹാബിറ്റ്സ് അറിയാം. ഈ ഹെവി വെയിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഒക്കെ ഉള്ള ചില പ്രത്യേകതകളുണ്ട് അല്ലെ. അവർ ചിലപ്പോൾ ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആണെങ്കിൽ മധുരപദാർത്ഥങ്ങളൊക്കെ ധാരാളം കഴിച്ചിട്ട് വരും. അപ്പൊ അതൊക്കെയാണ് അവരുടെ ശീലങ്ങൾ എന്നുള്ളത് അവർ നോട്ടബിൾ ആക്കി കഴിയുമ്പോഴാണ് ഡയറ്റീഷ്യൻസ് ചില നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. നിങ്ങൾ ഇനി മേലാല് അങ്ങനെയൊന്നും ചെയ്യരുത്, ഇനി ഇതിനെല്ലാം കഴിക്കുന്നതിന് ഓരോരോ സമയങ്ങളുണ്ട് അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ, അത്തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലഞ്ചിന്റെ സമയമാണെങ്കിൽ സപ്പറിന്റെ സമയമാണെങ്കിൽ ഓരോ സമയത്തും എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ആ ശീലങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. അതായത് കൗൺസിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൊടുക്കും. അണ്ടർലൈനിങ് ഡിസീസസ്, അവരുടെ അടിസ്ഥാന രോഗങ്ങള്, ഫുഡ് ഹാബിറ്റ്, അവൈലബിലിറ്റി ആൻഡ് acceptability of various food depending upon the economic condition of the each patients. അപ്പൊ ഇതെല്ലാം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി എന്താ, അവരുടെ എക്കണോമിക് കണ്ടീഷൻ അല്ലെ. ചിലർക്ക് ചില എന്താ പറയുക ഹെവി വെയിറ്റ് അല്ലാത്തൊരു ചെറിയ ഇതാണ് അല്ലെ, പക്ഷെ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ അവർക്ക് ഹെവി വെയിറ്റ്, അതായത് നല്ല ഒരു വെയിറ്റ് ഇരിക്കാൻ ചിലപ്പോൾ ആണെങ്കിൽ ഡയറ്റീഷ്യന് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കാം. പക്ഷെ അവരുടെ അടിസ്ഥാന സാമ്പത്തിക വശം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ബൾക്കായിട്ട് നല്ല നല്ല വില കൂടിയ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവണമെന്നില്ല അല്ലെ, സ്വീകാര്യമാക്കണമെന്നില്ല. അപ്പൊ ഇവരുടെ ഇതും കൂടി നോക്കിയിട്ട്, അവരുടെ എക്കണോമിക് കണ്ടീഷൻ കൂടി നോക്കിയിട്ട് ഇവർക്ക് പറ്റുന്ന തരത്തിലുള്ള നല്ല രീതി അല്ലെ. ചില പേഷ്യൻസിനോട് ചില നിർദ്ദേശങ്ങളായിരിക്കും ഡോക്ടേഴ്സ് കൊടുക്കുന്നത്, അഥവാ ചില പേഷ്യൻസിനോട് അവരുടെ സാമ്പത്തിക വശം കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിനോടും ആരോഗ്യം വെക്കാൻ ഇന്ന കാര്യങ്ങൾ, സാധാരണ രീതിയിൽ കടലപ്പരിപ്പ്, പയർ, അതിലൊക്കെ കൂടുതൽ പ്രോട്ടീൻസ് ഉണ്ട്, അതൊക്കെ മേടിച്ച് കഴിച്ചാൽ. അതേസമയം ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് കാഷ്നട്ട്, ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നിർദ്ദേശിക്കുന്നത്. അത് ആ ഡയറ്റീഷ്യന്റെ അവരുടെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, ആ പേഷ്യന്റുമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാക്കുക ഇന്ന കാര്യങ്ങളായിരിക്കും അവരുടെ ഫിനാൻഷ്യലി സ്റ്റേജ് ഇത്രയാണ്. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ബോഡി ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പറ്റിയെന്ന് വരുള്ളൂ എന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഡയറ്റീഷ്യന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് ആ പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്.
Patients are usually given a diet to be followed by him, along with a certain food either to be discarded or to be preferred. അതായത് ഡയറ്റീഷ്യൻസ് പ്രഥമമായി നമ്മളോട് പറയുന്നത് എന്താണ്, എന്ത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ചിലതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന്, അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ചില ശീലങ്ങളോ ചില ഫുഡ് ഹാബിറ്റ്സ്, അതായത് ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു വസ്തുക്കളൊക്കെ ചിലത് ഉപേക്ഷിക്കണമെന്ന് പറയും. ഡിസ്കാർഡഡ് എന്ന് പറയുന്നത് ഉപേക്ഷിക്കണമെന്ന് പറയും. ഓർ ടു ബി പ്രിഫേർഡ്, ചിലത് എന്താണ് നിങ്ങൾ മുൻഗണന കൊടുത്ത് കൊണ്ടുവരണമെന്നും പറയും. ചിലപ്പോൾ അല്ലെ ചില സാധനങ്ങൾ ചിലവർക്ക് എന്താ പറയാ, ചില ഉപ്പിട്ട് കഴിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. ചിലർക്കാണ് ഉപ്പും ചിലപ്പോൾ തീരെ വേണ്ടാന്ന് വെക്കേണ്ട ഒരവസ്ഥ. അത് അപ്പൊ ചെറിയൊരു സംഭവമാണെങ്കിൽ കൂടി അത് ഉപേക്ഷിക്കേണ്ട പേഷ്യൻസും ഉണ്ടാവും, അത് ഉൾപ്പെടുത്തേണ്ട പേഷ്യൻസും ഉണ്ടാവും. ഡയറ്റീഷ്യൻസ് അത് അവരുടെ രോഗാവസ്ഥയെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കും അത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും? എങ്കിൽ നമുക്ക് ഫങ്ഷൻസിലേക്ക് നോക്കാം അല്ലെ. ഓക്കെ, നമുക്കപ്പോ ഫങ്ഷൻസിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രവർത്തനം, മറ്റു പ്രവർത്തനങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. അതായത് നമുക്ക് അറിയാം അല്ലെ, ഒരു സർവീസ് ക്യാൻറ്റീൻ സർവീസ് ഒക്കെ നടത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സുകളൊക്കെ ആവശ്യമുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അതിന്റെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഇൻ കേസ് ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിലും അതെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള ഡയറ്റീഷ്യന്റെ റോളിൽ പെടുന്ന ഒരു ഫംഗ്ഷൻ കൂടിയാണ്. എന്തെങ്കിലും പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ. സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല ഫുഡ് ആയിരിക്കണം അല്ലെ, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ആയിരിക്കണം, ഒപ്പം കോസ്റ്റ് കുറഞ്ഞ രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. നെക്സ്റ്റ്, ഫൈൽ ടു സ്പെസിഫിക്കേഷൻ റിസീവ് സപ്ലൈസ് ചെക്ക് ദിയർ ക്വാണ്ടിറ്റി ക്വാളിറ്റി സ്റ്റോർ. അതായത് എന്തിന്റെയൊക്കെ പ്രത്യേകതയുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫൈ ചെയ്ത് ഉള്ള ഫുഡുകൾ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ചില പേഷ്യൻസിലൊക്കെ പറയും അല്ലെ, സ്പെസിഫൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന തരത്തിലുള്ള ഫുഡ് തന്നെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ടോ എങ്കിൽ അതനുസരിച്ച് തന്നെ വാങ്ങിക്കണം. റിസീവ് സപ്ലൈസ്, അവരിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കും അല്ലെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പൊ ക്യാൻറ്റീൻ സർവീസ് നടത്തുമ്പോൾ പൊതുവെ ചോദിക്കും എന്താണ് വേണ്ടതെന്നുള്ളത്. അതനുസരിച്ചിട്ടുള്ള സപ്ലൈ അവർ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. ചെക്ക് ദിയർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോർ. അതായത് ഇവര് ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടുള്ള മതിയായ അളവില് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധനമുണ്ടോ, ഇവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടോ എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഗുണമേന്മയും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. Then make portion assemble and distribute the food. അതായത് നമുക്ക് അറിയാം, ഇപ്പൊ ഇൻപേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ഓരോ വാർഡിലേക്കും ചിലപ്പോൾ ആണെങ്കിൽ ഒരുപാട് പേഷ്യൻസ് അല്ലെ, അവരുടെ ഡയറ്റ് ചാർട്ട് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറ്റ് രീതിയിലായിരിക്കണം ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നത്, കേസ് ഒരു വാർഡിൽ തന്നെ ആണെങ്കിൽ കൂടി. അപ്പൊ എന്താണ്, ഇവർക്ക് എല്ലാവർക്കും ഈ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കേണ്ടതായിട്ട് ഒരു ഭക്ഷണം പോർഷൻ ഓരോരുത്തർക്കും ഇന്ന പോർഷനാണ് കൊടുക്കേണ്ടതെന്ന് തെരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അസംബിൾഡ് ഒരു വാർഡിലേക്ക് പോകുമ്പോൾ അതെല്ലാം എല്ലാ പേഷ്യൻസിന്റെയും ഭക്ഷണങ്ങളെല്ലാം അത് ഒന്നിച്ച് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, അത് നമ്മൾ വാർഡിൽ ചെല്ലുമ്പോഴെന്താണ് നമ്മൾ അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് വായിച്ച്
ഓക്കെ, അപ്പൊ നമ്മള് ഓരോ ഫങ്ഷൻസ് പറഞ്ഞു പോവുകയാണ്. എന്താണ്? മേക്ക്, പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. അപ്പൊ ഫുഡ് ഉണ്ടാക്കേണ്ടതുണ്ട്, പോർഷൻ ചെയ്ത് ഓരോരുത്തർക്കും ഏത് ഭാഗമാണെന്നുള്ളത് പോർഷൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഓരോരുത്തർക്കും അതനുസരിച്ചിട്ട് എന്താണ് വാണിജ്യങ്ങളൊക്കെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യേണ്ടതായിട്ടുമുണ്ട്. Then development of recipes according to the nutrition needs of a patient. അതായത് നമ്മൾ എപ്പോഴും നല്ല റെസിപ്പി അല്ലേ, നമ്മളിപ്പോ യൂട്യൂബിലാണെങ്കിലും നല്ലൊരു റെസിപ്പി ആണെങ്കിലും വീട്ടില് നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് പരീക്ഷിച്ച് നോക്കും അല്ലെ. നല്ലതാണെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞ മാത്രം തന്നെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള പേഷ്യൻസിന് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന തരത്തിലുള്ള റെസിപ്പികൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. Then to instruct about how diet plays an important role in the treatment of various diseases. അതായത് നമ്മള് പ്രധാനമായിട്ടും ട്രീറ്റ്മെന്റ് അല്ലെ, ഓരോ അസുഖത്തിന് ഓരോ ഡിസീസസിന് പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ട് നല്ലൊരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. മെഡിസിനോടൊപ്പം തന്നെ ഭക്ഷണ കാര്യത്തില് ഭേദഗതികൾ വരുത്തുക എന്നുള്ളത്. അപ്പൊ നല്ലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട്, നിർദ്ദേശം കാഴ്ചവെക്കാനായിട്ട്, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ്, എങ്ങനെയാണ് ഇത് ഡയറ്റ് ഇതെങ്ങനെയാണ് നമ്മുടെ രോഗാവസ്ഥയെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതിന്റെ റോള്, അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടെല്ലാം ഇവർക്ക് ഓരോ ട്രീറ്റ്മെന്റ് ബേസിലും ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, കാഴ്ചവെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ്, എങ്ങനെയാണ് ഈ ഭക്ഷണക്രമം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ നിർദ്ദേശത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. To follow the everyday diet pattern of a patient to meet their needs throughout the various diseases and conditions. അല്ല, ഒരു പാലിന് പറഞ്ഞു ഏതെങ്കിലും ഒരു ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രം, അത് ചിലപ്പോ ഡോക്ടേഴ്സ് പറയല്ലേ നിങ്ങൾ ഇന്ന ഫുഡില് എവരിഡേ അല്ലെങ്കിൽ കൂടി വീക്കിലി നിങ്ങൾ ഇന്ന ഫുഡുകൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കഴിക്കണം, ചില 2 days കൂടുമ്പോഴായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ കഴിക്കേണ്ടതെന്നൊക്കെ പറയും. ഇൻ കേസ് ചിലർക്ക് എവരിഡേ നമ്മൾ ഓരോ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിർദ്ദേശിക്കും. To follow the everyday diet pattern of a patients to meet their needs from various diseases condition. അതായത് വ്യത്യസ്ത തരത്തിലുള്ള രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ട് എല്ലാ ദിവസവും ചില കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കാം. Then the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. നമുക്കറിയാം അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എല്ലാ ദിവസവും എന്താണ് ഫുഡുകൾ കൊടുക്കണം അല്ലെ. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫുഡൊന്നും എപ്പോഴും കൊടുത്താലായിട്ട് അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതേമാതിരി തന്നെ ചിലപ്പോൾ ഡയറ്റ് മെനു നോക്കിയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്, തയ്യാറാക്കേണ്ടതായിട്ടും വരുന്നത്. അപ്പൊ എവരിഡേ ഫംഗ്ഷൻ ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ദിവസത്തെയും പ്രവർത്തനം എന്ന് പറയുന്നത് പ്രിപ്പയർ മീൽസ് ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യൻസ് ഹു ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ ഭക്ഷണം, അങ്ങനെ സ്നാക്സ്, ഈവനിങ് സ്നാക്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് തയ്യാറാക്കുക എന്നുള്ളത്. These meals are prepared by a strict guideline of the physicians written orders. പ്രധാനമായിട്ട് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇൻപേഷ്യൻസ് അല്ലെ, അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡയറ്റീഷ്യന്റെ ഒരു സേവനം ആവശ്യമാണ് എന്ന് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഡയറ്റീഷ്യൻ ചാർട്ട് വെച്ച് തന്നെ ഇവര് കൃത്യമായിട്ട് തന്നെ ഭക്ഷണ കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. The everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. These meals are prepared by strict guideline of the physicians written order. Physicians written എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഓർഡറിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ മാനദണ്ഡം വെച്ച് തന്നെ ഭക്ഷണ കാര്യങ്ങളെല്ലാം തയ്യാറാക്കേണ്ടത്. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യൻസ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അതായത്
ഇവർക്കെല്ലാം ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എന്താണ് അത് നമ്മൾ ചിലർക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല അല്ലെ, ഈ എരിവും പുളിയും ഒന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ ചിലപ്പോൾ പേഷ്യൻസ് കമ്പനി ചെയ്ത് ചില പേഷ്യൻസിന് അത് കൊടുക്കാന്ന് പറയുന്നതും ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരത് ആക്സെപ്റ്റ് സ്വീകരിക്കുന്നുള്ളത് കൃത്യതയില്ല. അപ്പൊ എന്താണ് അറേഞ്ച് ചെയ്യാൻ ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പികൾ ചികിത്സാ രീതി എന്നുള്ള രീതിയിൽ തന്നെ അത് അവർക്ക് കൊടുക്കണം. എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ വിവരം പ്രദാനം ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ മാത്രമേ നിങ്ങളുടെ അസുഖം ഭേദമാകുള്ളൂ, അല്ലെങ്കിൽ ഇനിയും വേദനകളൊക്കെ സഹിക്കേണ്ട വരും, ഇനിയും ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ട വരും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഈ പേഷ്യൻസിനെ കൗൺസിലിംഗ് ഒക്കെ നടത്തേണ്ടതാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൂടി ഇതില് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ട്രെയിൻ ഡയറ്റിക്സ് ഇന്റേൺ, അതായത് ഓരോ വ്യക്തികൾ അല്ലെ ഓരോരുത്തർക്കും ടേണനുസരിച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞ് തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്, അപ്പൊ പരിപാലിച്ചു പോകേണ്ടതുണ്ട്. അതാണ് പറയുന്നത് ട്രെയിൻ ഡയറ്റിക്സ് ഇന്റേൺ. അവരുടെ ടേണനുസരിച്ചിട്ട് അവര് ഓരോ വ്യക്തികൾക്കും കൊടുക്കണം എന്ന് പറയുന്ന രീതി അനുസരിച്ച് തന്നെ തയ്യാറാക്കി പരിശീലിപ്പിക്കേണ്ട ഒരു നടപടി കൂടി ഇവർക്കുണ്ട്. Then give direction to nurses, medical and dental students about the principles of nutrition and diet therapy. അതായത് നമ്മുടെ നഴ്സുമാർക്കും അല്ലെ, നമ്മളിപ്പോ ഡയറ്റീഷ്യൻസിന് വെറുതെ ഇങ്ങനെ ചാർട്ട് തയ്യാറാക്കി കുറച്ച് ബുക്ക് ചെയ്യുന്നവരെ മാത്രം എത്തിച്ചാൽ മാത്രം അത് എഫക്റ്റീവ് ആവണമെന്നില്ല അല്ലെ. അത് കാര്യക്ഷമമാവണമെങ്കിൽ ഇവർക്ക് കുറച്ച് നോളജ് എല്ലാവർക്കും വേണം. അതായത് നഴ്സുമാർക്കും അല്ലെങ്കിൽ ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ നമുക്കറിയാം ഒരു ഫുഡ് അത് ശരീരത്തിന് നല്ല രീതിയിൽ ആഗീരണം ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അത് വായിൽ ഇടുമ്പോ തുടങ്ങി പ്രവർത്തനങ്ങൾ ചെയ്യണല്ലേ, നല്ല രീതിയിൽ കഴിച്ച് ശമിച്ച് വളരെ ശരീരത്തിന് ആവശ്യമായ ഗുണം രീതിയിൽ തന്നെ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഡൈജഷൻ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്ന് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കൊക്കെ വ്യാപിക്കുള്ളൂ അല്ലെ. അപ്പൊ അത് ആ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഡയറക്ഷൻ എല്ലാം നഴ്സുമാർക്കും അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ സ്റ്റുഡൻസിനെല്ലാം അതിന്റെ ആ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പിയിലേതായ ആ തത്വങ്ങൾ ചികിത്സാ രീതിയിലെ തത്വങ്ങളെല്ലാം അവർക്ക് ആ ഡയറക്ഷനൊക്കെ കൊടുത്തിരിക്കണം. Then collaborate with the medical staff in arranging, preparing and serving experimental metabolic research diets. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് അത് ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെ. ഒറ്റയ്ക്ക് ഡയറ്റീഷ്യൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊന്നും നന്നായിട്ട് നടപ്പാകണമെന്നില്ല. എല്ലാവരും മൊത്തത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. കൊളാബറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സഹപ്രവർത്തകര് എല്ലാം സഹകരിച്ച് പ്രവർത്തിക്കണം. വിത്ത് മെഡിക്കൽ സ്റ്റാഫ് ഇൻ അറേഞ്ചിങ്, അത് അറേഞ്ച് ചെയ്യുമ്പോഴും പ്രിപ്പയർ ആയിട്ട് സെർവിങ്, അത് ഭക്ഷണ പദാർത്ഥങ്ങള് തയ്യാറാക്കി അത് സെർവ് ചെയ്ത് എക്സ്പെരിമെന്റൽ മെറ്റബോളിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലും ഒരു ഗവേഷണ പദ്ധതിയില് ഇവര് ഇത് ചെയ്ത് ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ ഡയറ്റീഷ്യൻസ് പിന്നെ ഭക്ഷണക്രമങ്ങളെല്ലാം ഈ രോഗികൾക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിർദ്ദേശിക്കുന്നതനുസരിച്ച് തന്നെ നഴ്സുമാരും എല്ലാവരുടെയും പിന്തുണയോട് കൂടിയിട്ട് അത് നടപ്പാക്കി വന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. Then to keep good nutrition status of all patients, establish standards for arranging menu, preparing, serving food and managing meals. അതായത് നമ്മളിപ്പോ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒരു മെനു കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി അല്ലെ. ആ മെസ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട മെസ്സാന്ന് പറയുന്നത് എങ്ങനെയാ, നല്ല ഭക്ഷണം പ്രോട്ടീൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ ക്രമമാണ് അവിടെ പാലിക്കണമെങ്കിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ചീപ്പ് റേറ്റ് ആയിരിക്കണം, നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണമായിരിക്കണം, അത് നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആയിരിക്കാൻ മാത്രമേ അത് നല്ലതാന്ന് പറയുള്ളൂ അല്ലെ. ടു കീപ് ഗുഡ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനും നല്ല ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് ആ ഡയറ്റീഷ്യന്റെ നിർദ്ദേശത്തില് അല്ലെങ്കിൽ അവരുടെ അണ്ടറിലുള്ള ബസ്സിൽ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് തയ്യാറാക്കുന്നതെന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് അറേഞ്ചിങ് മെനൂസ് അല്ലെ. ഇപ്പൊ നമ്മള് സ്റ്റാൻഡേർഡ്സ് അതായത് നല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ആ ഒരു നല്ല റിസൾട്ട്, നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഉള്ള ഒരു മെസ്സാണെന്ന് അറിയപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ പ്രിപ്പയർ ആൻഡ് സെർവിങ് ഫുഡ്, മാനേജിങ് മീൽസ്, അതായത് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതേമാതിരി തന്നെ സെർവ് ചെയ്യുമ്പോഴും അതിന്റെ ബാക്കി ഭക്ഷണകർമ്മത്തിനെല്ലാം മാനേജിങ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ എന്താ
നല്ല ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടി ഈ കണക്ഷനിൽ പെടുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആണോ? എല്ലാവർക്കും പോകുന്നുണ്ടോ സ്ക്രീൻ? ഒരു ചെറിയ ഇടയ്ക്കൊരു ബ്രേക്ക് ഞാൻ വരുത്തിയായിരുന്നു. അതാണോ ഉദ്ദേശിച്ചത്? ആർക്കും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കും അത് ചിലപ്പോൾ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് വായിച്ചു പോകാം, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നിങ്ങൾ എന്തായാലും ഞാനെടുത്ത പോർഷൻസ് ഒക്കെ ഏതാന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഞാനെടുത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് എടുത്ത് വെക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആരെങ്കിലൊക്കെ നോക്കിയായിരുന്നോ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ എടുത്തതെന്നെങ്കിലും നിങ്ങൾ കണ്ടെത്തിയായിരുന്നോ? എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യണം. ഞാൻ എടുത്ത ചാപ്റ്റേഴ്സ് എന്താണ്? ഫസ്റ്റ് മൊഡ്യൂളിലെ ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ അതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ പോർഷൻസ്. സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്, ലേബർ റൂം, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്, ഡയറ്ററി സർവീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ നിങ്ങൾ ജസ്റ്റ് ഒക്കെ നോക്കിയായിരുന്നു. എന്തായാലും എക്സാംസ് അത് തന്നെ ഉണ്ടാവും. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടൊന്ന് വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമാണ്. അപ്പൊ അടുത്ത വീക്ക്, നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വരണം. കാരണം എന്തെങ്കിലും ഡൗട്ടുകൾ നോക്കുകയും ചെയ്യാം. നിങ്ങൾ പഠിച്ചും പോകുമല്ലോ എക്സാമിന് മുമ്പ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് എത്തിച്ചേക്കാം. കാരണം കേസ് എന്തെങ്കിലും ഇതിലേക്കുമ്പോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിലും കൂടി ഒരു ക്ലാസ് എങ്ങനെ കിട്ടാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വരുന്നേ ഉള്ളൂ. പ്രോബ്ലം സിറ്റുവേഷൻസും പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും ഒക്കെ ടെസ്റ്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇതില് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് പ്രോബ്ലം സിറ്റുവേഷൻസ് ജസ്റ്റ് നോക്കാം. എന്തെങ്കിലും മറ്റ് ഇതിന്റെയൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാൻ അവസരം അറിയില്ല. ഇവരെ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. എന്തെങ്കിലും അവസരം കിട്ടിയേ നോക്കാം. എന്താണ് പ്രോബ്ലം സിറ്റുവേഷൻസ്? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? സർവീസ് ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നെക്സ്റ്റ് നോക്കാം പ്രോബ്ലം സിറ്റുവേഷൻസ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് പ്രോബ്ലം സിറ്റുവേഷൻസില് ഡിസ്പ്യൂട്ട് നമുക്കറിയാം. ഇവിടെ ആണെങ്കിലും അല്ലെ ഡയറ്ററി സർവീസ് ആണെങ്കിലും അവിടെയും പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളുണ്ട്. എന്താണ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് ഫുഡ് സർവീസ് സർവ് ചെയ്യുന്ന സ്റ്റാഫുമാരും അതേപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുമാരും തമ്മിലുള്ള തർക്കങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്കറിയാലോ ഡയറ്റീഷ്യൻസിന്റെ നിർദ്ദേശപ്രകാരം ചില ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും തയ്യാറാക്കണമെന്ന് നിർദ്ദേശമുണ്ടാവും. ഒരുപക്ഷെ നേഴ്സ് അത് കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസ്പ്യൂട്ട് തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. Then complaints against the department with regard to the quality of food. നമുക്കറിയാം ഭക്ഷണം അല്ലെ അതിന്റെ ആ ഒരു ക്വാളിറ്റിക്ക് ഗുണമേന്മയ്ക്ക് മിക്കപ്പോഴും കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
ട്രവൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് ചെറിയ രീതിയിലുള്ള മോഷണം അങ്ങനെ കവർച്ചയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയും അവിടെയൊക്കെ ആവുമ്പോൾ ഒരുപാട് ഗുണമേന്മയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ നല്ല നല്ല സാധനങ്ങൾ അവിടെ അതിന് വേണ്ടി നട്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറക്കിയിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചെറുതാണെങ്കിലും അത് ചെറിയ രീതിയിലുള്ള മോഷണമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. Then big frauds can occur in materials management department. അതായത് മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇറക്കേണ്ടതുണ്ട് അല്ലെ. ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതായത് ഇറക്കുമതി ചെയ്യാതല്ല, അവിടെ ആ ഭക്ഷണ കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇറക്കി വെക്കേണ്ടത്, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വജ്രാപരമായ രീതിയിലൊക്കെ ഒന്നിച്ച് കവർച്ച ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. Then disposal of waste garbage. അതായത് ഗാർബേജ് സർവീസിലൊക്കെ എന്താണ് വേസ്റ്റ് വരാനായിട്ടും സാധ്യത കൂടുതലാണ് അല്ലെ. നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതും അതിന്റെ വേസ്റ്റും കഴുകുന്നതിന്റെ വേസ്റ്റും അതേമാതിരി കവറുകളൊക്കെ കൂടി ഒരുപാട് വേസ്റ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം എന്താണ് പ്രോബ്ലംസ് ആണ്. ഗാർബേജ് സർവീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗാർബേജ് സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ്. Then നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി ചാപ്റ്റർ ഇപ്പൊ കേറിയുള്ളതുകൊണ്ടാണോ? ഫോർത്ത് പോയിന്റ്. ഓക്കെ, ഫോർത്ത് പോയിന്റ് പറയാം. ബിഗ് ഫ്രോഡ്സ്, അതായത് തട്ടിപ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചത് ലൈബ്രറി സർവീസ് ഒക്കെ ഞങ്ങൾ വായിച്ചു പോയിരുന്നു. ചാപ്റ്ററിന്റെ നമ്പർ ആരോ പറയുന്നുണ്ട്, 7. ഓക്കെ, ഇതില് ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമുക്കറിയാം തട്ടിപ്പുകളെല്ലാം അല്ലെ നമ്മുടെ സ്റ്റോറുമായി ബന്ധപ്പെട്ട് സ്റ്റോറേജ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഭക്ഷണ സാധന സാമഗ്രികൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക. അരിയാണെങ്കിലും വയറാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അങ്ങനെയെല്ലാം മീറ്റ് പോലെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിലും ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ എന്താണ്, അവിടെ എന്തെങ്കിലും തട്ടിപ്പുകൾ നടക്കാനായിട്ട് ബിഗ് ഫ്രോഡുകൾ നടക്കും. ചിലപ്പോ ചാക്ക് കണക്കിനെ ചിലപ്പോൾ മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. അതായത് മറിഞ്ഞ് മീൻസ് മറിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ചെറിയ രീതിയിലുള്ള കളവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു ചെറിയ അല്ലെ ഒരു സ്കിപ്പ് ചെയ്ത് ഇപ്പൊ കഷ്ണത്തിന്റെ ഒരു കുഞ്ഞിക്കാട്ട കുറച്ച് ഭാഗം കൊടുത്തു, ബദാമിന്റെ ഒരു കുറച്ച് ഭാഗം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ് അതൊക്കെ. അത് കവർച്ച ചെയ്ത് എടുത്ത് കൊണ്ടുപോയെന്ന് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് ബിഗ് ഫ്രോഡാണ്, വലിയ ഫ്രോഡാണ്. അതായത് 1-2 ചാക്കുകൾ മിസ്സിംഗ് ഒക്കെ ആവാം. അങ്ങനെ ആ ഒരു സ്റ്റോറുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ വരുന്ന കുറച്ച് ഇതുകളാണ് സ്റ്റോറും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് നല്ല വലിയ രീതിയിൽ തന്നെ മറിച്ച് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ബിഗ് ഫ്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എന്താണ്, പോളിസീസ്, കുറച്ച് നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ലൈബ്രറി. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. Dietitian is liable for the quality and the quantity of food items. അതായത് ഡയറ്റീഷ്യൻസിന്റെ ബാധ്യതയാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അത് അവരുടെ ഒരു ബാധ്യത കൂടിയാണ്, ഡയറ്റീഷ്യന്റെ കൂടി ഒരു ബാധ്യത. അതായത് അവരുടെ ഒരു സർവീസ് മൈൻഡിലുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ സർവീസുകൾ, കാൻറ്റീൻ സർവീസുകളും അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസ്, കൗൺസിലിംഗ് ഒക്കെ. അപ്പൊ അത് അവരുടെ ഒരു ബാധ്യത കൂടിയാണെന്ന് പറയുന്നു. Then the powers of emergency purchases should be given to the officer in charge. അതായത് എമർജൻസി ആയിട്ട് ചില ഇൻപേഷ്യന്റ് ഒക്കെ വന്ന് അല്ലെ ഒരുപാട് ഇൻപേഷ്യൻസിന്റെ ഒക്കെ ചാർട്ട് തയ്യാറാക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ ചില സാധനങ്ങളൊക്കെ എമർജൻസി ആയിട്ട് അവിടെ മേടിച്ച് വെക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിനുള്ള അധികാരവും ആർക്കാണ്, നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സർവീസിലുള്ള വ്യക്തികളുടെ തന്നെയാണ്. Then a team consisting of 3-4 members should inspect the food item received. അതായത് ഈ ചില 3-4 മെമ്പേഴ്സ് എങ്കിലും അതിൽ ഉൾക്കൊണ്ടിരിക്കണം. എന്ത്
എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ റിസീവ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം powers of emergency purchase should be given to the officer in charge. അതായത് ഇൻചാർജിലുള്ള ഓഫീസർക്ക് എന്ത് നമ്മൾ കൊടുക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ മേടിക്കേണ്ടതുണ്ട്. അതായത് അവിടെ ചിലപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയൊക്കെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഒരു പക്ഷെ അവിടെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസർ ഇൻചാർജ് ഉള്ള വ്യക്തികൾക്ക് നമ്മളുടെ ഇതുകൾ കൊടുക്കണം അല്ലെ. എന്താണ് എമർജൻസി ആയിട്ട് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അവിടെ കൊടുക്കാനായിട്ടുള്ള ഒരു നയരൂപീകരണം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജിന് ആ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. എന്ത് എമർജൻസി ആയിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമല്ല. അപ്പൊ അതിനുള്ള അധികാരം ആർക്കാണ്? ഓഫീസ് ഇൻചാർജിനുള്ള വ്യക്തികൾക്ക്, പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻചാർജുള്ള വ്യക്തികൾക്കായിരിക്കും ഇത്തരം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു പോളിസി, ഈ ഒരു നയം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പർച്ചേസ് ചെയ്യുന്ന ഇൻചാർജ് ഉള്ള വ്യക്തിയൊക്കെയാണ് എന്ത് നമ്മുടെ എമർജൻസി പർച്ചേസ് ചെയ്യുന്ന പവർ, അധികാരം വിട്ടുകൊടുത്തിരിക്കുന്നത്. Then in a team consisting 3 or 4 members should inspect the food items received. അപ്പൊ 3-4 മെമ്പേഴ്സ് ആയിരിക്കണം. അവരുടെ ഇൻസ്പെക്ഷനിലാണ് ഈ റിസീവ് ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് റിസീവ് ചെയ്തിരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഒക്കെ ആണോ, ക്വാണ്ടിറ്റി അനുസരിച്ച് തന്നെ പോകുന്നുണ്ടോ, അതൊക്കെ അവർ ഇൻസ്പെക്ട് ചെയ്യുന്നത്. അവരാണ് അതിനെ പരിശോധനകളൊക്കെ നടത്തുന്നത്. 1, 2, 3, 4 മെമ്പേഴ്സ് അതിലുണ്ടാവും. അവരുടെ ഇൻസ്പെക്ഷനിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. Then everything should be correctly maintained and cleaned. അപ്പൊ വേറൊരു നയം എന്ന് പറയുന്നത് എന്താണ്? എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് എന്തെങ്കിലും കാത്തു പരിപാലിക്കാൻ വേണ്ടി എന്തെങ്കിലും കാട്ടുകുറ്റപ്പണികളൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ അപാകതകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക. എല്ലാ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ള ഒരു നയമാണ് ഇതിൽ പറയുന്നത്. അത് എവറിത്തിങ് ഷുഡ് ബി, എല്ലാം തന്നെ കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. Then proper sanitation and cleanliness that includes rodent control measure should be noticed. അതായത് എന്തായാലും എന്തെങ്കിലും ഇപ്പോ സാനിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വൃത്തിയുടെ കാര്യത്തിലും അതേപോലെ ശുചിത്വത്തിന്റെ കാര്യത്തിലും ഒക്കെ ആയിരിക്കും. നമുക്കറിയാം ക്യാൻറ്റീൻ സർവീസ് എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം വിളമ്പുകയും കൊടുക്കുകയും അവിടെ സെർവ് ചെയ്യുമ്പോഴൊക്കെ അവിടെ അവശിഷ്ടങ്ങളൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ കൈ കഴുകുന്നിടത്തും ഒക്കെ എന്താണ് ക്ലീൻ ആയിരിക്കണം അല്ലെ. എന്തെങ്കിലും ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അവിടെ അണുക്കൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ് അവിടെ എല്ലാവർക്കും തന്നെ നല്ല സാനിറ്റേഷനും അല്ലെങ്കിൽ ക്ലീൻ ലൈൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. റോഡ് കൺട്രോൾ മെഷർ ഷുഡ് ബി നോട്ടീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ് പറഞ്ഞത്, എലിയൊക്കെ വന്ന് കറണ്ട് തിന്നാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ, എലിശല്യം. അതായത് നമുക്കറിയാം ഒരുപാട് സ്റ്റോർ ചെയ്തിട്ട് കുറച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെ വേണം പിറ്റേ ദിവസം പാകം ചെയ്യാനൊക്കെ വേണ്ടി വരുന്നത്. അപ്പൊ അവിടെ എലികളൊക്കെ കയറി നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എലികളുടെ നമുക്കറിയാലോ അതിൽ നിന്ന് അണുക്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടാവും റിസർച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അത് ക്വാളിറ്റിയെ ബാധിക്കുകയും ചെയ്യും. അതേമാതിരി തന്നെ അവരുടെ പേഷ്യൻസിന്റെ ആ ഒരു കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറസ് ആണ്, ഒരു അപകടകരമായ ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ അതെല്ലാം നോട്ടീസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്ത് ഷുഡ് ബി നോട്ടീസ് അത് ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. Then supervisory staff should be ready in the patient's kitchen throughout all working hours and the work schedule should be arranged properly. അതായത് സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി ഇൻ പേഷ്യൻസ് കിച്ചൺ. നമുക്കറിയാം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിരുന്നു 2-3 പേര് ഫുഡ് റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഇൻചാർജുള്ള വ്യക്തി ആയിരിക്കണം, എമർജൻസി പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ എന്താണ് സൂപ്പർവൈസറി സ്റ്റാഫുകളും ഉണ്ടായിരിക്കും അല്ലെ. അവര് എന്താണ് ഷുഡ് ബി റെഡി ഇൻ ദ പേഷ്യൻസ് കിച്ചൺ ത്രൂഔട്ട് ഓൾ വർക്കിംഗ് അവേഴ്സ്. എല്ലാ വർക്കിംഗ് അവേഴ്സിലും അവിടെ ആ പേഷ്യൻസിന്റെ കിച്ചണൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. നല്ല കൃത്യമായ രീതിയിൽ തന്നെ വർക്ക് ഷെഡ്യൂളൊക്കെ നടത്തണം. നമുക്കറിയാം 24 hours ഹോസ്പിറ്റൽ റണ്ണിങ് ആണ്. അതേപോലെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ വർക്കേഴ്സും അതിനനുസരിച്ചൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ ഉറപ്പ് കൊടുക്കണം. Then the ward should be visited by a dietitian every day. വാർഡുകളെല്ലാം എല്ലാ ദിവസവും തന്നെ ഡയറ്റീഷ്യൻസ് പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻഡ്. ഓരോരുത്തരുടെ സർവീസ് സമയം അല്ലെ, ഓരോരുത്തരുടെ സമയമൊക്കെ ഡിറ്റർമിൻ ചെയ്തിരിക്കണം, തീരുമാനിച്ചിരിക്കണം. Nurses should examine the oversee the
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. അതായത് നമുക്കറിയാം ഡയറ്റീഷ്യൻ ചില ചാർട്ടുകളൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഓരോ വാർഡിലേക്കും ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് നഴ്സുമാരാണ് അത് വിലയിരുത്തേണ്ടത്. ഓക്കെ, കറക്റ്റ് ഉള്ള രീതിയിലുള്ള മീൽസ് ഭക്ഷണങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് നഴ്സുമാരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പോളിസികളെല്ലാമാണ് എന്ത് നമ്മുടെ ഡയറ്ററി സർവീസിൽ വരുന്ന കുറച്ച് നയങ്ങളും നടപടിക്രമങ്ങളും. നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡയറ്ററി സർവീസിൽ ഡയറ്ററി സർവീസില് പ്രധാനമായിട്ടും അതായത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ഇതുകളനുസരിച്ച് ലാസ്റ്റ് നിങ്ങൾ നോക്കാം. എന്തായാലും ഇതിന്റെ ഞാൻ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല, നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചെയ്യുന്നത്. ഇതില് പൊതുവെ നമ്മള് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്താന്നുള്ളതും അതൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകൾ, സർവീസിന്റെ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, ഇതെല്ലാം ഏത് ഇതിലാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ ഏതിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ചിലൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അതേമാതിരി തന്നെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താണ് മീൻ ചെയ്യുന്നത്, ഇപ്പോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണോ പേഷ്യന്റ് കാറ്ററിംഗ് മീൻ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് അവിടെ കിടന്നുള്ള ചികിത്സ ചെയ്യുന്ന പേഷ്യൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അത് ഡയറ്റീഷ്യൻസ് തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നതാണ്. ഇതിന്റെയൊക്കെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മെഡിക്കൽ സൂപ്രണ്ടന്റ്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസറുടെ കീഴിലാണ് എന്ത് കുക്കിംഗ് കെയറേഴ്സ്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവരെല്ലാം എന്താണ് ആരുടെ കീഴിലാണ് വരുന്നതെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ആരുടെ കീഴിലാണ്, സൂപ്പർവൈസറിന്റെ കീഴിലാണ് നമുക്കുള്ളത്, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ലൊക്കേഷനൊക്കെ എന്താന്നുള്ള കാര്യം കൂടി, അതായത് ഇത് ഫ്ലോറിലാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ നിശ്ചയില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മിക്കപ്പോഴും ഹോസ്പിറ്റലില് അത് ലൊക്കാലിറ്റി തിരഞ്ഞെടുക്കണമെന്നുള്ള കാര്യം അത് വായിച്ചു പോകുമ്പോൾ തന്നെ ചിലപ്പോൾ അത്ര ക്ലിക്ക് ചെയ്യില്ലെങ്കിലും അതൊക്കെ നോക്കി വെക്കുക. ഇതിന്റെയൊക്കെ ചില ഇത് ചോദിക്കുന്നുണ്ട്, എന്താണ് സോഫ്റ്റ് ഡയറ്റില് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഇനി ലോ സോഡിയം ഡയറ്റ് ഒക്കെ ആണെങ്കിൽ സോഡിയത്തിന്റെ അളവ്
കൺട്രോൾ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്താന്നുള്ളത് ജസ്റ്റ് ഇത് മനസ്സിലാക്കി. ഇപ്പൊ റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ കിഡ്നിയുമായിട്ടുള്ള ഡൈജഷൻ ആണ്. അത് മാത്രമല്ല പെട്ടെന്ന് അങ്ങോട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവാത്തേ ഉള്ളൂ. മറ്റേക്ക് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. ലിക്വിഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ജ്യൂസ് പോലെയുള്ള അല്ലെങ്കിൽ സൂപ്പ് അങ്ങനത്തെ വെള്ളം പോലെയുള്ള ഐറ്റംസ് ആണ് ലിക്വിഡ് ഡയറ്റിൽ വരുന്നത്. കേസ് ഇതൊക്കെ ചിലപ്പോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രോട്ടീൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഡയറ്റ് ആണ് തീരുമാനിക്കുന്നതിനുള്ള ഇത് വരുമ്പോഴെന്താണ് ലിക്വിഡ് ഡയറ്റ് ആണ് അതിൽ വരുന്നത്. പക്ഷെ പ്രോട്ടീൻസും കൂടിയും അതിന് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അത് പറ്റിയ അതിന് അനുസൃതമായിട്ടുള്ള ലിക്വിഡാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ലിക്വിഡ് ഡയറ്റ് എന്താണ്, സോഫ്റ്റ് ഡയറ്റ് എന്താണ്, ഡയബറ്റിക് ഡയറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഡയബറ്റീസ് പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ഡയബറ്റിക് ആയിട്ടുള്ള ഡയറ്റ്. പിന്നെ എന്താണ് റീനൽ ഡയറ്റ് മാത്രം ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട ഡയറ്റാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ ഡിസീസസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപകടമാരെ വിട്ടുമാറാത്ത ഡിസീസുകൾ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഡയബറ്റീസ് കാർഡിയോവാസ്കുലർ ഒക്കെ ആയിട്ടുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കൊക്കെയാണ് മസ്റ്റായിട്ടും നമ്മളെ ഡയറ്റിംഗ് സർവീസ് മസ്റ്റായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഡയറ്റ് സർവീസിന്റെ പ്രാധാന്യം വരുന്നത്. വിട്ടുമാറാത്ത അസുഖങ്ങളും അല്ലെങ്കിൽ വീട്ടുമായി ബന്ധപ്പെട്ട ഡിസീസസ് ക്യാൻസർ പോലെയുള്ള ഡിസീസുകളൊക്കെ വരുന്നത് ഭക്ഷണത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴാണ് അത് കൂടുതൽ പ്രാധാന്യത്തോടെ വരുന്നത്. പിന്നെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്, അതായത് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഡയറ്റ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സർവീസ് തന്നെയാണ്. അത് രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് ഭക്ഷണക്രമത്തിനും കൂടി മാറ്റം സംഭവിച്ചിട്ട് വരുത്താവുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതായത് ആ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾ എന്താണെന്നുള്ള ഐഡിയ എന്തായാലും ക്യാച്ച് ചെയ്യുക. പിന്നെ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഡയറ്റ് സർവീസിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉള്ളതൊന്നും ക്ലിയർ ചെയ്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ പഠിപ്പിച്ചുകൊണ്ടുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കി വെക്കാം. ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ ഓടിച്ചാണ് പോയത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ ബൈ.